കരഞ്ഞ് തകർത്തിട്ട് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ ഇത്. കഥയിലേക്ക് കിടക്കാം. ചീരാണിക്കര എന്ന അതിമനോഹരമായ ഗ്രാമം. അവിടുത്തെ ഒരു കുഞ്ഞ് നാടൻ കട. പ്ലാസ്റ്റിക് ഡപ്പയിൽ അടച്ചു വച്ചേക്കുന്ന നാടൻ പലഹാരങ്ങൾ, പേരറിയാത്ത കടിച്ചാൽ പൊട്ടാത്ത രുചിയുള്ള ബിസ്ക്കറ്റും വെട്ടുകേക്കും ഒക്കെയുണ്ട്. പക്ഷെ പ്രധാന കഥാപാത്രം ഇതൊന്നുമല്ല. ദേ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ശശിയണ്ണൻ. 20 വർഷമായിട്ട് ഈ കട നടത്തിപ്പോരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 25 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഞാൻ അവിടേക്ക് എത്തിയത്. നമ്മുടെ പ്രധാന കഥാപാത്രത്തെയാണ് ശശിയണ്ണൻ ദേ അടുപ്പിൽ നിന്ന് പാത്രത്തിലേക്ക് കോരിയിട്ടുകൊണ്ടിരിക്കുന്നത്. അവിച്ച മുട്ടയും ഓംലെറ്റും വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ചായയും ഒക്കെയാണ് ഇവിടുത്തെ പ്രത്യേക ഐറ്റംസ്. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്. അവിച്ച മുട്ടയ്ക്കാണോ ഇത്രയും സ്പെഷ്യാലിറ്റി എന്നായിരിക്കും അല്ലേ ചിന്തിക്കുന്നത്? അല്ല, കൂടെ തന്നെ ഈ ഒടങ്കല്ലി മുളകിനാണ്. മുട്ട ഇങ്ങനെ എടുത്ത് പൊളിച്ച് ഒടങ്കല്ലി മുളകൊക്കെ വെച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടുന്നത്. ഞാൻ പോയ സമയത്ത് ഓംലേറ്റ് റെഡിയല്ലായിരുന്നു. ഓംലേറ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പോകണം. രാത്രി 10 മണി വരെ കടയുണ്ടാകും കേട്ടോ. മുട്ട ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കുറച്ച് ഒടങ്കല്ലി മുളകും കൂടെ വെച്ചങ്ങ് കഴിക്കാം. ആവേശത്തിൻ്റെ പേരിൽ കുറേ മുളക് വെച്ച് കഴിച്ചാൽ അപ്പോഴും പിറ്റേന്നും ഒക്കെ കരയേണ്ടി വരും കേട്ടോ. ആവേശത്തിൻ്റെ പേരിൽ കുറേ മുളക് വെച്ച് കഴിച്ചത് കാരണം എനിക്കൊരു 3 മുട്ടയിൽ ഒതുക്കേണ്ടി വന്നു. പക്ഷേ രുചിയും ഗുണവും ഒക്കെ കാരണം ഒരു 5-6 മുട്ട സുഖമായിട്ട് കഴിക്കാം. മുട്ട മാത്രമല്ല, വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന നല്ല ചായയും കോഫിയും ബൂസ്റ്റ് ചായയും ഒക്കെ അവിടെ കിട്ടും കേട്ടോ. നല്ല രുചിയായിരുന്നു ബൂസ്റ്റ് ചായയ്ക്ക്. അപ്പോൾ വെമ്പായം തേക്കട സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ശശിയണ്ണൻ്റെ കട മിസ്സാക്കണ്ട കേട്ടോ.